ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ പേപ്പറിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഓൾറെഡി നമ്മൾ 2 ചാപ്റ്റേഴ്സ് എടുത്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ ഡിവിഡൻഡ് ഡിസിഷൻസ് ആയിരുന്നു. ഇനി നമുക്കിവിടെ നോക്കുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ചോദ്യം വരുന്നത് എന്തായിരിക്കും? വാട്ട് ഡു യു മീൻ ബൈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സിംപ്ലി റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്. ഫണ്ട് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ചെലവിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിട്ട് പറയുന്നത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇസ് ദ റേറ്റ് എ ഫേം പേസ് ടു ഇറ്റ്സ് ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ യൂസ് ഓഫ് ദെയർ മണി. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു വായ്പ എടുക്കുകയാണെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന പലിശയാണ് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനിയിപ്പോൾ ഇക്വിറ്റി ഷെയറുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇതിനു മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് 3 തരത്തിൽ നമുക്ക് സമാഹരിക്കാം. ഒന്ന് ഇക്വിറ്റി ഷെയറുകളായിട്ട്, ഒന്ന് പ്രിഫറൻസ് ഷെയറുകളായിട്ട്, ഒന്ന് ഡിബഞ്ചറായിട്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് നടത്തുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ആ ബിസിനസ് നടത്താനായിട്ട് ഇപ്പോൾ ആവശ്യമുണ്ട്. ബിസിനസ് നടത്തുന്ന നേരത്ത് നമുക്ക് പൈസേൻ്റെ ആവശ്യം, പൈസ എന്ന് വെച്ചാൽ ചെറിയ പൈസയല്ല, വലിയ തുകകൾ എപ്പോഴും ആവശ്യം വരും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ നിങ്ങളെ ഒരു സുഹൃത്തിനെ സമീപിക്കുന്നു, അയാളെയും കൂടി ആ ബിസിനസ്സിലേക്ക് ചേർക്കുന്നു നിങ്ങൾ. അപ്പോൾ നിങ്ങൾ നിലവിൽ ഇപ്പോൾ 5 ലക്ഷം രൂപക്കാണ് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകുന്നത്, മറ്റേ ആളും കൂടി 5 ലക്ഷം രൂപ തന്ന് ചേർക്കുന്നു. അപ്പോൾ അയാളും കൂടി നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആവുകയാണ്, അല്ല ബിസിനസ്സിൻ്റെ മുതലാളിയാവുകയാണ്. അതാണ് ഇക്വിറ്റി ഷെയറിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ. അപ്പോൾ ഇക്വിറ്റി ഷെയർ എന്ന് വെച്ചാൽ ഒരാളല്ല, ഒരുപാട് പേരെ കയ്യിൽ നിന്ന് നമ്മൾ എന്താണ് പൈസ വാങ്ങുന്നു. അപ്പോൾ അതിൽ ഇക്വിറ്റി ഷെയറുകളായിട്ട് ഇറക്കുക എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ബിസിനസ്സിൻ്റെ പങ്കാളികളാക്കുക ചെയ്യുന്നത്, ബിസിനസ്സിൻ്റെ ഓഹരി ഉടമകളാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നമുക്ക് ലാഭം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ലാഭത്തിൻ്റെ ഓഹരി, അതിൻ്റെ പേരാണ് ഡിവിഡൻഡ്, കൊടുക്കും. ലാഭത്തിൻ്റെ ഓഹരി കൊടുക്കുക. പിന്നെ ഡിബെഞ്ചർ എന്താണ്? നമ്മൾ കടം വായ്പ വാങ്ങുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ സുഹൃത്തിൻ്റെ ബിസിനസ്സിലേക്ക് നിങ്ങൾ പങ്കാളിയാക്കുന്നില്ല, സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ കടം വാങ്ങുന്നു. സുഹൃത്തിന് നമ്മളൊരു 5 ലക്ഷത്തിൻ്റെ കൂടെ എന്തും കൊടുക്കണം? പലിശ കൊടുക്കണ്ടേ? 5,50,000 അല്ല 5,60,000 ചേർത്തിട്ടായിരിക്കും തിരിച്ചു കൊടുക്കേണ്ടി വരിക. അപ്പോൾ ആ വരുന്ന എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ, 5 ലക്ഷം വായ്പ വാങ്ങി അത് കൊടുക്കുന്നു. അപ്പോൾ അതിൽ നഷ്ടമില്ല, ലാഭമില്ല. അത് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്ന പൈസ, ഒരാളെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ അതേപടി കൊടുക്കുന്നതല്ലേ. നേരെ മറിച്ച് അതിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതാണെന്ത്? ഈ പറയുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. പ്രിഫറൻസ് ഷെയറിനും ഇൻട്രസ്റ്റ് വരിക. അത് ഇക്വിറ്റീൻ്റെയും ഡിബഞ്ചറിൻ്റെയും രണ്ടിൻ്റെയും കൂടി സ്വഭാവമുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് പ്രിഫറൻസ് ഷെയർ. അതിന് ഇക്വിറ്റീൻ്റെ ഡിബഞ്ചറിൻ്റെയും ഒരു സ്വഭാവം വരുന്നുണ്ട്. അപ്പോൾ അതാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. നമ്മൾ ഫണ്ട് സമാഹരിച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ കൊടുക്കുന്ന റേറ്റ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് എ കോസ്റ്റ്. ഇതൊരു കോസ്റ്റ് അല്ല എന്നുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ചിലവല്ല അത്. അല്ല, നമ്മൾ ശരിക്കും അതൊരു ബോറോയിങ് കോസ്റ്റ് നമ്മൾ അക്കൗണ്ടൻസിയിലും കണ്ടിട്ടുണ്ട്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ. ശരിക്കും ഇതൊരു ചിലവല്ല, പലിശയാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെന്താണ്? ഇറ്റ് ഈസ് എ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയർസ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഇൻ ദ മാർക്കറ്റ്. അതായത് ഇവിടെ പറയുന്നത് നമ്മൾ ശരിക്കും സമാഹരിക്കേണ്ട ആ പലിശ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 50 ലക്ഷം രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് പലിശക്ക് എടുത്തിട്ട് നിങ്ങൾ ബിസിനസ് നടത്തുക. അയാൾ പറയാം 10% എന്ത് കിട്ടണം? ഒരു കൊല്ലം കഴിയുമ്പോൾ 10% അതിന് പലിശ കിട്ടണമെന്ന് പറയാണ്. അപ്പം നിങ്ങൾ ഈ 50 ലക്ഷം ബിസിനസ്സിൽ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൊല്ലം കഴിഞ്ഞാൽ 55 ലക്ഷമെങ്കിലും നിങ്ങൾക്ക് മിനിമം ഉണ്ടാക്കണം അല്ലേ? ആ ബിസിനസ്സിൽ നിന്ന് ബിസിനസ്സിലേക്ക് നിങ്ങൾ 50 ഇറക്കി കഴിഞ്ഞാൽ, അപ്പോൾ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ഈ 55 അല്ലേ? എന്തായാലും ആ 10% പലിശ അടക്കം നിങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ ദ ഫേം റിക്വയർസ് അല്ലേ? അപ്പോൾ അതാണ് അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ആ പൈസ നമ്മൾ എന്തെടുക്കണം? നമ്മൾ ബിസിനസ്സിന് എടുക്കണം. ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് പോലത്തെ കാര്യങ്ങൾ യു ഹാവ് ടു ഏൺ ഇറ്റ് ഫ്രം ദ മാർക്കറ്റ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ എ ഫേം റിക്വയർസ് ടു ഏൺ ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ മാർക്കറ്റ്. തേർഡ് പോയിന്റ് ഈസ് വാല്യൂ ഓഫ് ഇറ്റ്സ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഇത് എന്താണ് കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടും അവർക്ക് മുതലും അതിൻ്റെ പലിശയും അല്ലെങ്കിൽ മുതലും അതിൻ്റെ കൂടെയുള്ള ഓഹരിയുടെ അല്ലെങ്കിൽ നമ്മുടെ ലാഭവിഹിതം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ
വർദ്ധിക്കും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് എ റിവാർഡ് ഫോർ ബിസിനസ് റിസ്ക് ആൻഡ് ഫിനാൻഷ്യൽ റിസ്ക്. അപ്പോൾ ഇതൊരു റിവാർഡാണ്. ബിസിനസ് റിസ്കിനുള്ള റിവാർഡുമാണ്, ഫിനാൻഷ്യൽ റിസ്കിനുള്ള റിവാർഡുമാണ്. ബിസിനസ് റിസ്കിനുള്ള റിവാർഡ് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഈ പലിശക്ക് കടം വാങ്ങിയാണ് ബിസിനസ്സിൽ ഇറക്കിയിട്ട് അയാൾക്ക് കിട്ടുന്ന പൈസയാണ്. പിന്നെ ഫിനാൻഷ്യൽ റിസ്ക് ആരാ ഉണ്ടാക്കുന്നത്? മറ്റേ ആളാണ്, നമുക്ക് കൊണ്ട് പൈസ തരുന്ന ആളാണ്. അയാൾക്ക് നമ്മളെന്താണ് ഇതിൻ്റെ ഈ പറയുന്ന റിട്ടേൺ കൊടുക്കുകയാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 എലമെൻറ്റ്സ്. ഇതിന് 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് റിസ്ക്ലെസ് കോസ്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ സോഴ്സ്. 3 എലമെൻറ്റ്സ് ഉണ്ട്. ഒന്ന് റിസ്ക്ലെസ് ആണ്, ഒന്ന് ബിസിനസ് റിസ്ക് പ്രീമിയം വരുന്നുണ്ട്, ഒന്ന് ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയം വരുന്നുണ്ട്. ബിസിനസ് റിസ്കിന് എന്താണ്? അപ്പോൾ റിസ്ക് എടുക്കുന്ന ബിസിനസ്സുകൾക്ക് കുറച്ചധികം എന്ത് കിട്ടും? ലാഭം കിട്ടും. റിസ്ക് എടുക്കുന്ന ഫിനാൻസിന് കുറച്ചധികം ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ നമ്മൾ കുറച്ച് ഈ ഗവൺമെൻറ് ബാങ്കുകളിൽ FD ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിശ്ചിതമായിട്ട് ഒരു 6% താഴെ പലിശ ഉള്ളൂ. നേരെ മറിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകളാകുമ്പോൾ 8% ഉണ്ട്. നേരെ മറിച്ചിട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട് ഇങ്ങനെ FD വാങ്ങുന്നത്. അവരാകുമ്പോൾ 10 മേലെ പലിശ കിട്ടും. പക്ഷെ അത് റിസ്ക് കൂടുതലാണ്. അപ്പോൾ റിസ്ക് കൂടുമ്പോൾ എന്താണ്? പ്രീമിയം കൂടും. പ്രീമിയം മീൻസ് അതിൻ്റെ വരുമാനം കൂടും. ഓക്കെ, ഒന്ന് റിസ്ക്ലെസ് ആണ്. റിസ്ക്ലെസ് എന്ന് വെച്ചാൽ തീരെ റിസ്ക് ഇല്ലാത്ത നമ്മൾ ഗവൺമെൻറ് ബോണ്ടുകളോ ഒക്കെ വാങ്ങിയിടുക എന്നുള്ളതാണ്. പിന്നെ ഒന്ന് ബിസിനസ് റിസ്ക് പ്രീമിയം, പിന്നെ ഒന്ന് ഫിനാൻഷ്യൽ റിസ്ക് പ്രീമിയമാണ്. പിന്നെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് എന്ത് വരുന്നു? അപ്പോൾ നമുക്കിനി അസംഷൻസ് നോക്കാം. അസംഷൻസ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ അസംഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഈ ഫിനാൻസിൽ കാണുന്നത്, ഇപ്പോൾ ഫിനാൻസിലൊക്കെ മെയിനായിട്ട് തിയറീസ് ആണ്. തിയറീസ് മീൻസ് എന്താണ്? ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ ഇത് കിട്ടും, അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മളെന്താണ് ഇപ്പോൾ സിദ്ധാന്തങ്ങൾ. അപ്പോൾ ഈ സിദ്ധാന്തങ്ങൾ നടക്കണമെങ്കിൽ, പ്രാബല്യത്തിൽ വരണമെങ്കിൽ, നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമ്മിൽ മാനേജറിയൽ എക്കണോമിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിമാൻഡ് കൂടിയാൽ അല്ലെങ്കിൽ വില കൂടിയാൽ ഡിമാൻഡ് കുറയും, ഡിമാൻഡ് കുറഞ്ഞാൽ വില കൂടും. അതൊരു സിദ്ധാന്തമാണ്, തിയറിയാണ്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ചില അസംഷൻസ് ഉണ്ടായിരുന്നു. ആൾക്കാർ റാഷണലാവണം, ആൾക്കാർ എന്താണ് ഈ നോർമൽ ഗുഡ്സ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ പലതും. അതുപോലെ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട്? ദർ ആർ സർട്ടൻ അസംഷൻസ്. അതിലെന്തൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് ക്യാൻ ബി ഐദർ എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. കോസ്റ്റ് ഒന്നുകിൽ എക്സ്പ്ലിസിറ്റ് ആവാം, ഇംപ്ലിസിറ്റ് ആവാം. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും വരുന്ന കോസ്റ്റുകൾ, നമ്മൾ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുന്ന കോസ്റ്റുകളെയാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ് ഇസ് നോൺ ആസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. വൈൽ ഇംപ്ലിസിറ്റ് കോസ്റ്റ് ആർ ദ കോസ്റ്റ് വിച്ച് ഇസ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ഓർ നോഷണൽ കോസ്റ്റ്. അത് ശരിക്കും നടക്കുന്നില്ല. അപ്പോൾ കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഡിഫേർഡ് ടാക്സ് പേയ്മെൻറ്റ് നമ്മൾ ഭാവിയിൽ കൊടുക്കേണ്ട ചിലവുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. സോ ദാറ്റ് കോസ്റ്റ് ഇസ് ആക്ച്വലി നോട്ട് ഒക്കറിങ്. ആ കോസ്റ്റ് നടക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ബട്ട് വി ആർ എൻറ്ററിങ് ദാറ്റ് കോസ്റ്റ്. നമ്മളത് ഇപ്പോഴേ എഴുതി വെക്കുന്നു. അപ്പോൾ അത്തരം കോസ്റ്റുകളാണ് നോഷണൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റുകളാണെന്ത് ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ. രണ്ടും കൂടി എന്തിൽ വരുന്നുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ഭാഗമാവുന്നുണ്ട്. ഓക്കെ, ചിലത് കയ്യിൽ നിന്നെടുത്ത് കൊടുക്കേണ്ടി വരും, ചിലത് നോഷണലാണ്, കൊടുക്കാനുണ്ട് നമ്മൾ ഭാവിക്കുള്ളൂ. ദെൻ ദ ഫേംസ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡസ് നോട്ട് ചേഞ്ച്. അപ്പോൾ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന നേരത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഓരോന്നിൻ്റെയും. അതിന് എന്തുണ്ട്? കണക്കുകളുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വൺ തിങ് ഷുഡ് ബി മൈൻഡ്. എന്താണ് ഇതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ? ഇപ്പോൾ ഞാൻ ആദ്യം 3 സംഗതികളുടെ ഉദാഹരണം പറഞ്ഞു. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, പിന്നെ ഡിബഞ്ചർ. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോമ്പസിഷൻ ഉണ്ടാവും. ഇത്ര ഇക്വിറ്റി ഷെയർ ഉണ്ട്, ഇത്ര പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഇത്ര ഡിബഞ്ചർ ഉണ്ട്. ഇത് മാറാൻ പാടില്ല. അപ്പോൾ ഒരു 25% ഇക്വിറ്റി ഷെയർ, 25% പ്രിഫറൻസ് ഷെയർ, 50% ഡിബഞ്ചർ. ഇങ്ങനെയാണ് കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ സമാഹരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ 100 പേര് ഉണ്ടെങ്കിൽ 50 പേരും ഡിബഞ്ചർ ഹോൾഡേഴ്സാണ്, 25 പേര് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സാണ്, 25 പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സാണെന്ന് കരുതാം. അതിൽ ആ കോമ്പോസിഷൻ മാറ്റാൻ പാടില്ല. ഇപ്പം 30, 20, 50 ആക്കരുത്. മനസ്സിലായില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണിത്? ഇതിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് മാറരുത്. അപ്പോൾ അതാണ് എന്ത് രണ്ടാമത്തെ അസംഷൻ ആയിട്ട് പറയുന്നത്. ദ തേർഡ് അസംഷൻ ഈസ് ദ കോസ്റ്റ് ഓഫ് ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് ഡിറ്റർമിൻഡ് ഓൺ ആൻഡ് ആഫ്റ്റർ ടാക്സ് ബേസിസ്. അപ്പോൾ ടാക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിന് ടാക്സ് നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ കൂടെ ടാക്സിൻ്റെ കൂടി എന്താണ് അനുമാനം വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് എഴുതി വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെച്ചേക്കുക. കണക്കുകൾ വരുന്ന നേരത്തെ നമുക്ക് നോക്കാം. പിന്നെന്താണ്? ദ ഫിനാൻഷ്യൽ ആൻഡ് ബിസിനസ് റിസ്ക് ആർ അൺഎഫക്റ്റഡ് ബൈ ദ ആക്സെപ്റ്റൻസ് ആൻഡ് ഫിനാൻസിങ് ഓഫ് പ്രൊജക്റ്റ്.
അപ്പോൾ അതായത് ഒരു പ്രൊജക്റ്റ് മീൻസ് ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നമുക്കൊരു ബിസിനസ് ഐഡിയ വന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അസംഷൻസ് വരുന്നത്. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ കോൺസെപ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ബിസിനസ്സിലാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആയ ബിസിനസ്സുകളിൽ മാത്രമായിരിക്കണം പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് നഷ്ടം വരും. പിന്നെ യൂസ്ഫുൾ ഇൻ ഡിസൈനിങ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്യാൻ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എത്ര ഡിബഞ്ചർ വേണം, എത്ര പ്രിഫറൻസ് ഷെയർ വേണം, എത്ര ഇക്വിറ്റി ഷെയർ വേണം, അതിനൊക്കെ ഒന്ന് സ്ട്രക്ചർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ്ഫുൾ ഇൻ ഡിസൈഡിങ് ദ മെത്തേഡ് ഓഫ് ഫിനാൻസിൻ്റെ മെത്തേഡിനെ ഡിസൈൻ ചെയ്യാൻ ഇത് അത്യാവശ്യമാണ്. യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മാനേജ്മെൻറ്റ് പെർഫോമൻസ് എത്ര ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കിയാൽ മതി. നന്നായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ, മോശമാണോ എന്നുള്ള കേസ്. അപ്പോൾ നാലാമത്തെ പോയിന്റ്, യൂസ്ഫുൾ ഇൻ ഇവാലുവേഷൻ ഓഫ് എക്സ്പാൻഷൻ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിനെ വളർത്തണോ എന്നുള്ള കാര്യം കൂടി എന്താണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൽ വരുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അതിലൊന്ന് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ കോസ്റ്റ് ആണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് വന്ന ചിലവുകൾ, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വന്ന ചിലവുകളൊക്കെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഫ്യൂച്ചർ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഫ്യൂച്ചർ കോസ്റ്റ് റെഫേഴ്സ് ടു ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ടു ബി റേസ്ഡ് ഫോർ ഫൈനാൻസിങ് എ പ്രൊജക്റ്റ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു പോയ കോസ്റ്റ്, ഇപ്പോൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ 2024 എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജാനുവരി മുതൽ ഫെബ്രുവരി എടുക്കാം നമുക്ക്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ്, ഇപ്പോൾ ഒക്ടോബർ മാസം ഇപ്പോൾ 5-ാം തീയതി ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റിന് എന്താണ് ബാക്കോട്ട് വന്ന ചിലവുകൾ, ഈ കൊല്ലം വന്ന ചിലവുകളാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഇനി നമുക്കറിയാം ഭാവിയിൽ ഇത്ര ചിലവുകൾ വരാണ്ട്, നമുക്ക് ഏകദേശം അറിയാമല്ലോ. പിന്നെ സാധനം വാങ്ങേണ്ടി വരും, അല്ലെ നാളെ പോയിട്ട് ഇത് ചെയ്യണം, അത് ചെയ്യണം, പലിശ കൊടുക്കണം, നമുക്ക് ബാങ്കിൽ അടവുണ്ട്, ഇതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതാണ് എന്ത് ഫ്യൂച്ചർ കോസ്റ്റ്. ദെൻ എ സ്പെസിഫിക് കോസ്റ്റ് ആൻഡ് കോമ്പോസിറ്റ് കോസ്റ്റ്. അപ്പോൾ അതായത് റെഫേഴ്സ് ടു കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പോൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര ഡിവിഡൻഡ് കൊടുക്കണം, അതൊരു സ്പെസിഫിക് കോസ്റ്റ് ആണ്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം. ദാറ്റ് ആർ ഓൾ സ്പെസിഫിക് കോസ്റ്റ്. Then the next one is composite cost. Composite cost of capital refers to the combined cost of various sources of capital. It is a weighted average cost of capital. അപ്പോൾ കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇക്വിറ്റി ഷെയറിനും പ്രിഫറൻസ് ഷെയറിനും ഡിബഞ്ചറിനും എല്ലാം കൂടി ആയിട്ട് ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ. സോ ഇറ്റ് ഈസ് നോട്ട് സ്പെസിഫൈഡ് ടു എ പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഫണ്ട്. ഒരു പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കല്ല. ഇറ്റ് ഈസ് എ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ കോമ്പിനേഷൻ ഓഫ് ദീസ് ഫണ്ട്സ്. ഓക്കെ, അപ്പോൾ അതിനാണ് കോമ്പോസിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സോഴ്സും, ഇപ്പോൾ ഒരുപാട് സോഴ്സ് ഉണ്ടെന്ന് കരുതുക, അപ്പോൾ എല്ലാം കൂടി കൂട്ടിയിട്ട് ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇഫ് ദർ ഇസ് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഡിബഞ്ചർ, എല്ലാത്തിനും കൂടി കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് 300 വന്നു, എല്ലാത്തിനും കൂടി. അപ്പോൾ ഈ മൂന്നും കൂടി ഡിവൈഡ് ചെയ്യാം, മൂന്നുമായിട്ട്. അപ്പോൾ എന്താണ്, ഓരോന്നിനും 300 രൂപ വെച്ചിട്ടാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലായിട്ട് വന്നത്. ആവറേജ് എടുക്കുക, നമ്മൾ ശരാശരി എടുക്കുക. മാർജിനൽ കോസ്റ്റ് എന്നാണ് 1 രൂപ നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വന്ന അധികം ചിലവാണ്. 1 രൂപ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ വന്ന, അല്ലെങ്കിൽ ഫണ്ട് സമാഹരിക്കാൻ വന്ന അധികം പലിശയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് കോസ്റ്റ്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്, ഇംപ്ലിസിറ്റ് കോസ്റ്റ് എന്താണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്താണ്? ഈ പറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേൺ വിച്ച് ക്യാൻ ബി ഏൺഡ്, നമുക്ക് കിട്ടാവുന്ന റിട്ടേൺസ് അല്ലെങ്കിൽ കൊടുക്കാവുന്ന ചിലവുകളൊക്കെയാണ്. പിന്നെ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് എന്നാണ് നമുക്ക് കിട്ടിയ ചിലവുകൾ. അപ്പോൾ കിട്ടിയ ചിലവുകൾ മീൻസ് കിട്ടിയ റിട്ടേൺസും എന്താണ് ഈ ബോറോയിങ് കോസ്റ്റിൻ്റെ ഭാഗമാണ്. ഒന്ന് കിട്ടാൻ പോകുന്നത്, ഒന്ന് കിട്ടിയത്. എക്സ്പ്ലിസിറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി നമുക്ക് എന്താണ് ഈ ശരിക്കും നമുക്ക് വരുമാനമായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ ചിലവായിട്ട് കൊടുത്തതോ കാര്യങ്ങളാണ് എക്സ്പ്ലിസിറ്റ് കോസ്റ്റ്. കോസ്റ്റ് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട. ബോറോയിങ് കോസ്റ്റ് എന്നാണ് നമ്മൾ നേരത്തെ കണ്ടതാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ് നമ്മുടെ റിട്ടേണും കൂടിയാണത്. നമുക്ക് സമാഹരിക്കാൻ പറ്റുന്ന തുകയും കൂടിയാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഏർണിംഗ് കേപ്പബിലിറ്റി ആണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയ സാധനം അല്ലെങ്കിൽ കൊടുത്ത സാധനമാണെങ്കിൽ അത് എക്സ്പ്ലിസിറ്റ് ആണ്, കൊടുക്കാനുള്ളതാണെങ്കിൽ അത് ഇംപ്ലിസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ തിയറിയിൽ വരുന്നതാണ്. പിന്നെ വരുന്നതാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബിഫോർ കാൽക്കുലേറ്റിംഗ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ,
An attempt may be made to calculate cost of each component of capital such as. അപ്പോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ നോക്കുന്ന നേരത്ത് ഓരോന്നിനും കോസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനും നമുക്ക് കാണണം. ഫസ്റ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. ഡെപ്റ്റ് മീൻസ് ഡിബഞ്ചേഴ്സിൻ്റെ ഒക്കെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, റീറ്റേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ഇവിടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെതാണ് നോക്കാനുള്ളത്. ഓക്കെ, കോസ്റ്റ് ഓഫ് റിഡീമബിളും ഇർറിഡീമബിൾ ഡെപ്റ്റും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം ഇവിടെ നോക്കാം. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മീൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് ഓർ ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് വെച്ചാൽ ഈ ഡിബഞ്ചറും ബോണ്ടും ഒരേ സാധനമാണ്. ശരിക്കും കടപ്പത്രം എന്നാണ് അതിന് പറയാം, അല്ലെങ്കിൽ ലോൺ. ഇത് എല്ലാം ഒന്ന് തന്നെയാണ്. ഡിബഞ്ചർ വാങ്ങിയാലും ലോൺ എടുത്താലും ബോണ്ട് വാങ്ങിയാലൊക്കെ നമ്മളെന്താണ് ഒരു കടം വാങ്ങിയ മാതിരിയാണ്, അല്ലെങ്കിൽ ലോൺ എടുത്ത പോലെ തന്നെയാണ്. അതിന് പലിശ അടയ്ക്കണം. അപ്പോൾ അതിന് എത്രമാത്രം നമുക്ക് ശരിക്കും ആ ലോൺ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡിബഞ്ചർ എടുക്കുമ്പോഴോ ബോണ്ട് എടുക്കുമ്പോഴോ ശരിക്കും നമുക്ക് വരുന്ന നഷ്ടം അല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടുന്ന പൈസ എത്രയാണ്, അത് ഇൻട്രസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് മാത്രം കൂട്ടിയാൽ പോരാ, അതിൻ്റെ കൂടെ ചെറിയൊരു കാൽക്കുലേഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ദർ ഇസ് ആക്ച്വലി 2 ടൈപ്പ് ഓഫ് ഡെപ്റ്റ്. ചില ഡെപ്റ്റ് ഇർറിഡീമബിൾ ആണ്. ഒരു കാലത്തേക്ക് പ്രത്യേകമായിട്ട് പറയില്ല അത്. അതായത് ഇപ്പോൾ ഒരു 5 കൊല്ലത്തേക്കുള്ള ലോൺ എടുത്താൽ 5 കൊല്ലം കഴിയുമ്പോഴേക്ക് നിങ്ങളത് അടച്ച് തീർത്തിരിക്കണം. ദാറ്റ് ഈസ് റിഡീമബിൾ ഡെപ്റ്റ്. ചിലത് ഇർറിഡീമബിൾ ആയിരിക്കും. എപ്പോഴാണോ അടച്ച് തീരുന്നത് അപ്പോൾ മതി. അപ്പോൾ അതുവരെ ഇത് കൊടുത്തുകൊണ്ടിരിക്കണം. ചിലത് എന്താണ് പലിശ മാത്രം കാലങ്ങളായി കൊടുക്കുന്ന ഡെപ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെയാണ് ഇർറിഡീമബിൾ. അപ്പോൾ അതിനൊരു കാലാവധി ഇല്ല. സോ ഇർറിഡീമബിൾ ഡെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെർപെച്വൽ ഡെപ്റ്റ്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, എന്താണ് ഇർറിഡീമബിൾ ഡെപ്റ്റ് എന്നുള്ളത്. ഇർറിഡീമബിൾ ഡെപ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെർപെച്വൽ ഡെപ്റ്റ്. പെർപെച്വൽ ഡെപ്റ്റ് എന്നാണ് ഇർറിഡീമബിൾ ഡെപ്റ്റിനെ പറയാം. ഓക്കെ, പെർപെച്വൽ ഓർ ഇർറിഡീമബിൾ ഡെപ്റ്റ് ആർ ഡെപ്റ്റ് വിച്ച് ആർ നോട്ട് റീപേബിൾ ഡ്യൂറിങ് ആണ്. ഡി ഉണ്ട് ഇവിടെ. ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനീൻ്റെ ജീവിതകാലം മുഴുവൻ എന്താണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അതിനെക്കൊണ്ടാണ് അതിനെ ഇർറിഡീമബിൾ എന്ന് പറഞ്ഞത്. വളരെ റെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ അത്തരം ഡെപ്റ്റുകളൊക്കെ, അല്ലെങ്കിൽ അത്തരം ബോണ്ടുകളും ഡിബഞ്ചറും ഒക്കെ അധികം റിഡീമബിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് വരുന്ന ചിലവ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. KD മീൻസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് I divided by principal or net proceeds of debt into 100. ഇത് നോട്ട് ചെയ്ത് വെക്കണേ. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇസ് ഈക്വൽ ടു I ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 ആണ്. ഇനി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇത് ബിഫോർ ടാക്സ് ആണെങ്കിൽ കേട്ടോ, ടാക്സ് അടയ്ക്കുന്നതിന് മുൻപാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ. ഇനി ആഫ്റ്റർ ടാക്സ് ആണെങ്കിൽ എന്ത് വരും? KD ഈസ് ഈക്വൽ ടു I ഇൻറ്റു 1 മൈനസ് ടാക്സിൻ്റെ റേറ്റ് ആണ് ഡിവൈഡഡ് ബൈ NP ഇൻറ്റു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നമ്മുടെ ഡിബഞ്ചറിന് ഇവിടെ ഇഷ്യൂ എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എക്സ്പെൻസുകളൊന്നും നമ്മുടെ ചോദ്യത്തിൽ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ പാർ വാല്യൂ എന്ന് വെച്ചാൽ 1,00,000 രൂപയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 8%. ഇതിന് ടാക്സ് 50%. അപ്പോൾ ടാക്സ് 50% കൊടുത്തത് കൊണ്ട് എന്താണ് ആഫ്റ്റർ ടാക്സ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ വരിക? I ഡിവൈഡഡ് ബൈ I ഇൻറ്റു 1 മൈനസ് T ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ I കണ്ടെത്തണം. I എത്രയാണ് വരുന്നത്? I ഈസ് ഈക്വൽ ടു ഇതല്ല ഇതിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ ഇതിന് 8% ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 1,00,000-ന് 8% എഴുതുക. 1 lakh ഇൻറ്റു 8/100 വിച്ച് ഈസ് ഈക്വൽ ടു 8,000. ഓക്കെ, 8,000 ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ T ഈസ് ഈക്വൽ ടു എത്രയാണ്? 50%. അപ്പോൾ 50-ന് എപ്പോഴും എന്ത് ചെയ്യണം? 100 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യണം. അപ്പോഴേ നമുക്ക് ഒന്നൊന്ന് മൈനസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ബ്രാക്കറ്റിൽ എഴുതുക. 1 മൈനസ് T ഈസ് ഈക്വൽ ടു 1 മൈനസ് 0.5 വിച്ച് ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ. പിന്നെ NP എന്ന് എഴുതുക. താഴെ നിങ്ങൾ നെറ്റ് പ്രൊസീഡ്സ് ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ മൈനസ് ഇഷ്യൂ എക്സ്പെൻസസ് ഓർ ഫ്ലോട്ടിംഗ് ചാർജസ്. അല്ലേ, നമ്മൾ നേരത്തെ കണ്ടത് അവിടെ.
അതും എഴുതി വെക്കുക. കാര്യം ഇവിടെ പ്രീമിയം ഡിസ്കൗണ്ട് അല്ലാത്തത് കൊണ്ട് അതവിടെ ആഡ് ചെയ്യാനോ കുറയ്ക്കാനോ നിൽക്കണ്ട. അപ്പോൾ അത് എന്താണ്, 1,00,000 നിന്ന് ഫേസ് വാല്യൂ 1,00,000 ആണോ? ആണല്ലോ. മൈനസ് ഫ്ലോട്ടിംഗ് ചാർജസ് ഉണ്ടോ? ഒന്നും ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ ചെയ്ത് നിങ്ങൾ. അപ്പോൾ നമുക്ക് കിട്ടിയ 8,000 ആണ്. 1 - 0.5 is 0.05, then divide by NP into 100. അപ്പോൾ വരുന്നത് 8 into 0.5 4,000 ഡിവൈഡ് ബൈ 1,00,000 into 100 4% വരുന്നത്. അത് കാൽക്കുലേറ്റർ തന്നെ ചെയ്യാം. ഇനി രണ്ടാമത്തെ കേസ് നമുക്കൊന്ന് നോക്കാം. രണ്ടാമത്തെ കേസ് പറഞ്ഞത് ബി ലിമിറ്റഡ് ഇഷ്യൂഡ് 1,08,000 ഡിബെഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ദ ടാക്സ് റേറ്റ് അപ്ലിക്കബിൾ ടു ദ കമ്പനി ഈസ് 60%. ടാക്സ് റേറ്റ് വരുന്ന എത്രയാണ്? 60%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ആദ്യം കണ്ടുപിടിക്കുക. എന്താണ്? 1,00,000 into 8/100 which is equal to 8,000. പിന്നെ വരുന്നത് പ്രീമിയമാണ്. ഓക്കെ, അപ്പോൾ എത്ര പ്രീമിയം വരുന്നു ഇവിടെ? പ്രീമിയം വരുന്നത് 10%. ഇതിൻ്റെ 10% എത്ര വരും? 10,000 വരും. ഓക്കെ, പ്രീമിയം is equal to 10,000. പിന്നീട് നെറ്റ് പ്രൊസീഡ്സ് വരുന്നു. നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നു? നെറ്റ് പ്രൊസീഡ്സ് വരുന്ന നേരത്ത് ആദ്യം അതിൻ്റെ ഫേസ് വാല്യൂ, അതായത് ഈ 1,00,000, അതിൻ്റെ കൂടെ പ്രീമിയം അതിൻ്റെ 10% നമ്മൾ കണ്ടു, അത് 10,000 മൈനസ് ഫ്ലോട്ടിംഗ് ചാർജ് ഒന്നുമില്ല, അപ്പോൾ 1,10,000. ഓക്കെ, പിന്നെ 1 - T എന്താണ്? അപ്പോൾ അതിൽ T എന്താ വരുന്നത്? 60 അല്ലേ? 60/100 അത് 0.6. അപ്പോൾ 1 - T, അപ്പോൾ 1 - 0.6 അത് 0.4. ഓക്കെ, അപ്പോൾ അത് എത്തിക്കഴിഞ്ഞാൽ അതിവിടെ 0.4 എന്നുള്ളത്. അപ്പോൾ അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. KD is equal to I into 1 - T into ഡിവൈഡ് ബൈ NP into 100. അപ്പോൾ NP നമുക്ക് കിട്ടി 1,10,000 ആണ്. I 8,000 ആണ്. 1 - 0.6 അപ്പോൾ 8,000 into 0.4 ഡിവൈഡഡ് ബൈ 1,10,000 into 100 അത് 2.91 വരിക. പിന്നെ എന്താണ് അടുത്തത്? നെക്സ്റ്റ് മൂന്നാമത്തെ കേസാണ്. മൂന്നാമത്തെ കേസിൽ സി ലിമിറ്റഡ് ഇഷ്യൂസ് 1,08,000 ഡിബഞ്ചേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. 5% ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ദ ടാക്സ് റേറ്റ് ഈസ് 50%. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇവിടെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തുക? കണ്ടെത്തുക. എന്താ വരുന്നത്? 1,00,000 8% തന്നെയാണ്, അത് 8,000. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് നെറ്റ് പ്രൊസീഡ് വേണം. നെറ്റ് പ്രൊസീഡ് is equal to 1,00,000 ഫേസ് വാല്യൂ, 1,00,000 മൈനസ് അതിൻ്റെ ഡിസ്കൗണ്ട് 5%. 1,00,000 5% 5,000 -5,000 മൈനസ് ഫ്ലോട്ടിംഗ് ചാർജ് അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസ്, അത് രണ്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ 1,00,000 5,000 മാത്രം കുറച്ചാൽ മതി. 95,000 95,000 ആണ് ഫ്ലോട്ടിംഗ് ചാർജസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 1 - T കിട്ടണം. 1 - T എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 50% തന്നെ. അപ്പോൾ 1 - 0.5. അപ്പോൾ T എങ്ങനെയാണ്? 50/100 0.5. അപ്പോൾ 0.5. ഓക്കെ, അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ കേസ് എങ്ങനെ വരുന്നു? 8,000 into 1 - 0.05 ഡിവൈഡ് ബൈ 95,000 into 100 4.21. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ കേസിലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് മാറി മാറി വരികയാണ്. അപ്പോൾ ആദ്യത്തെ 4%, രണ്ടാമത്തേതിൽ 2.91%, മൂന്നാമത്തെ കേസിൽ 4.21%. ഇനി അടുത്ത കേസ് നോക്കാം നമുക്ക്. ഡി ലിമിറ്റഡ് ഇഷ്യൂസ് ഡിബഞ്ചേഴ്സ് ഓഫ് ₹2 lakh 9% ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് ₹10%. ഫ്ലോട്ടേഷൻ കോസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അത് എത്രയാണ്? 2%. ടാക്സ് റേറ്റ് വന്നിരിക്കുന്നത് 60%. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ന് കണ്ടുപിടിക്കാം. 2 lakh into 9%. അപ്പോൾ 2 lakhന് 9% എത്രയാണ്? 2 lakhൻ്റെ 1% 2,000 ആണ്. അപ്പോൾ അതിന് 9 വരുമ്പോൾ 18,000 വരും. 18,000 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ദെൻ പ്രീമിയം ഓഫ് ₹10, അപ്പോൾ 10%, സോ 20,000 വരും. അതിൻ്റെ കൂടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 2% വരുന്നുണ്ട്. അപ്പോൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ
ഈ പറയുന്ന മാതിരി 2 ലക്ഷം അല്ലേ, അതിൻ്റെ കൂടെ പ്രീമിയം കൂടെ കൂട്ടുക നിങ്ങൾ. അതിൻ്റെ 2% കേട്ടോ കാണേണ്ടത്. അതിൻ്റെ 2/100 ആണ്. അതാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ അത് ഏകദേശം എന്ത് വരും? അതിൻ്റെ 2% എന്ന് പറയുമ്പോൾ 2200 ഇൻറ്റു 4400 വരും ഏകദേശം. അപ്പോൾ നെറ്റ് പ്രൊസീഡ് കാണാൻ നമ്മളിപ്പോൾ നെറ്റ് പ്രൊസീഡ് കാണുന്ന നേരത്ത് ഈ 2 ലക്ഷം ഫേസ് വാല്യൂ, അതിൻ്റെ കൂടെ പ്രീമിയം, അതിൻ്റെ 10% പ്രീമിയം, അതിൻ്റെ കൂടെ 4400. സോറി, അതിൽ നിന്ന് മൈനസ് ചെയ്യാം. നമ്മൾ 4400 മൈനസ് ചെയ്യാം. അപ്പോൾ അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്ലോട്ടേഷൻ കോസ്റ്റ്. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഏകദേശം 2,15,600 കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഇൻട്രസ്റ്റ് ഇൻറ്റു 1 മൈനസ് 0.06 ഡിവൈഡ് ബൈ 2,15,600 ഇൻറ്റു 100. അപ്പോൾ 18,000 ഇൻറ്റു 0.14 ഡിവൈഡ് ബൈ 215,600 ഇൻറ്റു 100 വിച്ച് ഇസ് ഈക്വൽ ടു 3.34%. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കാണേണ്ടത്. ഈ ചോദ്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ആദ്യം ഈ പറയുന്ന ഇക്വേഷൻസ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പ്രത്യേകമായിട്ട് എഴുതി വെച്ചിട്ട് ഈ ഇക്വേഷൻസ് ചെയ്താൽ ഓക്കെ, സിമ്പിളാണിത്. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, സ്ട്രേറ്റ് ഫോർവേഡാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇക്വേഷൻസ് ബൈഹാർട്ട് പഠിക്കുക എന്നുള്ളതാണ്. വീണ്ടും വീണ്ടും ഇതൊന്ന് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, അത് വെച്ചിട്ട് ഇത് ചെയ്ത് വെക്കുക. കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ്. ഓക്കെ, അപ്പോൾ അതും കൂടി നമുക്കൊന്ന് നോക്കാം അതിൽ. അപ്പോൾ എന്തായാലും കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് നോക്കില്ല, അപ്പോൾ അതും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്നാവും. അപ്പോൾ കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ് വരുമ്പോൾ ഇതൊരു ഇക്വേഷൻ വരുന്നുണ്ട്. കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റിൽ ബിഫോർ ടാക്സ് കോസ്റ്റ് ഓഫ് റിഡീമബിൾ ഡെപ്റ്റ്, ആഫ്റ്റർ ടാക്സ്. ബിഫോർ ടാക്സ് നമ്മൾ നേരത്തെ കണ്ടല്ലേ. ബിഫോർ ടാക്സ് നേരത്തെ നമ്മൾ ഇറഡീമബിൾ ഡെപ്റ്റ് വരുമ്പോൾ I ഡിവൈഡ് ബൈ NP ഇൻറ്റു 100 ആണ്. അപ്പോൾ ബിഫോർ ടാക്സ് ആണെങ്കിൽ വെറും I ഡിവൈഡ് ബൈ NP മാത്രമേ ഉള്ളൂ. ആഫ്റ്റർ ടാക്സ് വരുമ്പോൾ അതിൻ്റെ കൂടെ 1 മൈനസ് T വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ബിഫോർ ടാക്സിൻ്റെ ഇക്വേഷൻ. അതായത് I പ്ലസ് 1/n ഇൻറ്റു RV മൈനസ് NP ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു RV പ്ലസ് NP ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ I എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ആണ്. N എന്ന് വെച്ചാൽ എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിച്ച് ഡെപ്റ്റ് ഇസ് ടു ബി റിഡീംഡ് ആണ്. RV എന്ന് വെച്ചാൽ റിഡീമബിൾ വാല്യൂ ഓഫ് ഡെപ്റ്റ് ആണ്. പിന്നെ NP എന്ന് വെച്ചാൽ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ഡിബഞ്ചർ ആണ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന എന്താണ്? നമുക്ക് കിട്ടുന്ന പൈസയാണ്. അപ്പോൾ അത് പ്രീമിയത്തിനാകുമ്പം ഡിബഞ്ചറിൻ്റെ കൂടെ ആ പ്രീമിയം ആഡ് ചെയ്യുക. ഫ്ലോട്ടിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ ആ പ്രീമിയം കൂടി ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എത്ര ശതമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കാം, ആ ശതമാനം കണ്ടിട്ട്. ഇനിയിപ്പോൾ അതൊരു സംഖ്യയായിട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ശതമാനം കാണേണ്ട കാര്യമില്ല. ഈ പറയുന്ന നമ്മുടെ ഡിബഞ്ചറും അതിൻ്റെ പ്രീമിയം കൂടി കൂട്ടുക, ആ ഒരു സംഖ്യ കുറയ്ക്കുക. ഇനി ഡിസ്കൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഡിബഞ്ചറിൻ്റെ ഫേസ് വാല്യൂ അതിൽ നിന്ന് ഡിസ്കൗണ്ട് കുറയ്ക്കുക, അതിൽ നിന്ന് ഈ ഫ്ലോട്ടിംഗ് ചാർജസോ ഇഷ്യൂ എക്സ്പെൻസസോ കുറയ്ക്കുക. അപ്പോൾ എല്ലാം രണ്ടെണ്ണം കുറയ്ക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇപ്പോൾ നെറ്റ് പ്രൊസീഡ്സ്. റിഡീമബിൾ വാല്യൂ എന്താണ്? ഇതിപ്പോൾ നമ്മൾ റിഡീം ചെയ്യല്ലോ. റിഡീം ചെയ്യാന്ന് വെച്ചാൽ അത് തിരിച്ചു കൊടുക്കുക. നിങ്ങൾ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറിൽ കണ്ടിട്ടില്ലേ? നമ്മൾ എന്താണ് ഒരു സാധനം വാങ്ങിയത് എന്ത് ചെയ്യുക? അത് തിരിച്ചു കൊടുക്കുക. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ വരുന്ന പൈസയാണ്. അപ്പോൾ ചിലപ്പോൾ അത് പ്രീമിയത്തിന് തിരിച്ചു കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഡിസ്കൗണ്ടിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു 1 ലക്ഷം വാങ്ങി, അപ്പോൾ ചിലപ്പോൾ ഒരു 1.10 തിരിച്ചു കൊടുക്കണം. അപ്പോൾ 10% പ്രീമിയത്തിനാണ് തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വാങ്ങണ നേരത്തുള്ള പൈസയാണ് നെറ്റ് പ്രൊസീഡ്, തിരിച്ചു കൊടുക്കുമ്പോഴുള്ള പൈസയാണ് റിഡീമബിൾ വാല്യൂ. പിന്നെ N എന്ന് വെച്ചാൽ എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ടാക്സ് വരുന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത് ഇതേ ഇക്വേഷൻ ഈ I ഉണ്ടല്ലോ അതിനടുത്ത് എന്ത് വരുന്നുണ്ട്? ഒരു 1 മൈനസ് T വരുന്നുണ്ട്. നേരത്തെ വളരെ സിമ്പിളായിരുന്നു. 1/NP ഇൻറ്റു 100, പിന്നെ 1 ഇൻറ്റു 1 മൈനസ് T ഡിവൈഡ് ബൈ NP ഇൻറ്റു 100. ഇവിടെ എന്താണ്? ഇവിടെ ഇങ്ങനത്തെ 2 സംഗതികളാണ് 2 സൈഡിലും വരുന്നത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്തില്ല? നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഇവിടെ മിസ്സിംഗ് ആണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ബിഫോർ ടാക്സ് ആണ്, ഇത് ആഫ്റ്റർ ടാക്സ് ആണ്. എക്സാമ്പിൾ 2 ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, ഈ ടാക്സ് ആഫ്റ്റർ ടാക്സിൻ്റെ ചോദ്യങ്ങളാണ് അധികം വരും കേട്ടോ. ടാക്സ് തന്നാൽ ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. രണ്ടിലും, ഇതിലാണെങ്കിലും ആഫ്റ്റർ ടാക്സിൻ്റെ ഇക്വേഷൻ ആണ് ടാക്സ് തന്നാൽ ചെയ്യേണ്ടത്. ടാക്സ് തന്നിട്ടില്ലെങ്കിൽ മാത്രം ഈ ഇക്വേഷൻസ്
ഇതിലാണെങ്കിലും നമ്മുടെ എന്താണ് ഇപ്പോൾ റിഡീമബിൾ ഡെപ്റ്റിലാണെങ്കിലും. ഓക്കെ, ടാക്സ് തന്നില്ലെങ്കിൽ ബിഫോർ ടാക്സ് എടുക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർ ടാക്സ് തന്നെ എടുക്കാം. അപ്പോൾ നമുക്കൊരു ചോദ്യം നോക്കാം. എക്സാമ്പിൾ 2. അപ്പോൾ അതിൽ വരുന്നത് അസ്യൂമിങ് എ ഫേം പേയ്സ് ടാക്സ് അറ്റ് 50% റേറ്റ്, 50% റേറ്റിന് ടാക്സ് അടയ്ക്കുന്നു. കമ്പ്യൂട്ട് ദ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റൽ ഇൻ ദ ഫോളോയിങ് കേസ്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ ടാക്സ് കോസ്റ്റ് ആണ് ചോദിക്കുന്നത്. പെർപ്പച്വൽ ബോണ്ട് സോൾഡ് അറ്റ് പാർ. അപ്പോൾ ഒന്ന് പെർപ്പച്വൽ ബോണ്ട് എന്നാണ്, അത് ഇർറിഡീമബിൾ ഡെപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് 7%. ഓക്കെ, പിന്നെന്താണ് എ 10 year 8% എന്താണ് റുപ്പീസാണ്, ₹100 പെർ ബോണ്ട് സോൾഡ് അറ്റ് 950. അപ്പോൾ ഇതിൻ്റെ നെറ്റ് പ്രൊസീഡാണ് 1000, 950 എന്ത് റിഡീമബിൾ വാല്യൂ. അപ്പോൾ എന്താണ് അതിന് 4% എന്ത് കിട്ടുന്നു, ശ്രദ്ധിക്കുക, 1000 സാധനം നമ്മൾ വിറ്റത് 950. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ പ്രൈസാണ് 950. അപ്പോൾ അതിനൊരു അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, അതൊരു ഇഷ്യൂ എക്സ്പെൻസ് ആണ്, അല്ലെങ്കിൽ എന്താണ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോട്ടിംഗ് ചാർജാണ്. അണ്ടർ റൈറ്റിംഗ് എക്സ്പെൻസ് അതിന് 4% വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യ കേസിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എമൗണ്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ എമൗണ്ട് കൊടുക്കാത്തത് കൊണ്ട് 100 ആയിട്ട് എടുക്കാം നമുക്ക്. 7% കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ശതമാനം കണക്കെടുത്താൽ മതി. അപ്പോൾ 7% എന്ന് കൊടുക്കുന്ന നേരത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ ബോണ്ടിൻ്റെ വില 100 രൂപയായിട്ട് കണക്കാക്കിയാൽ മതി. ഓക്കെ, നെറ്റ് പ്രൊസീഡായിട്ട് 100 രൂപ, അതിൻ്റെ ഫേസ് വാല്യൂ ആയിട്ട് 100 രൂപ. ഫ്ലോട്ടിംഗ് ചാർജിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല, പാറാണ്. കാര്യം എന്താണ്, പ്രീമിയത്തിനെ കുറിച്ചിട്ടോ ഡിസ്കൗണ്ടിനെ കുറിച്ചിട്ടോ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ നെറ്റ് പ്രൊസീഡ് എഴുതുക, അത് 100 എഴുതുക. കാര്യം എന്താണ്, നെറ്റ് പ്രൊസീഡ് ഫേസ് വാല്യൂ മൈനസ് ഫ്ലോട്ടിംഗ് ചാർജ് അല്ലെങ്കിൽ ഇഷ്യൂ എക്സ്പെൻസ് അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ 100 എടുത്തു. അപ്പോൾ ഇൻട്രസ്റ്റ് അപ്പോൾ നമുക്ക് നിർത്താൽ മതി, 7 തന്നെ എടുത്താൽ മതി, അല്ലെ 100ൻ്റെ 7% 7 തന്നെ. ഓക്കെ, അപ്പോൾ ഒരു കണക്കും കൊടുത്തില്ല, ഒരു ഇൻട്രസ്റ്റ് മാത്രം കൊടുക്കുകയാണെങ്കിൽ 100 എന്നുള്ള കണക്ക് എടുത്താൽ മതിയേ. അത് പ്രത്യേകം പറയാൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ആക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അല്ലെ നമുക്ക് ആ ശതമാനം കണക്ക് കിട്ടിയാൽ പോരെ. പിന്നെ ഏത് സംഖ്യയാണെങ്കിൽ ആ ശതമാനമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ആ നെറ്റ് പ്രൊസീഡിൻ്റെ. ഓക്കെ, അങ്ങനെ ചെയ്തു. പിന്നെന്താണ്, പിന്നെ ഇതിൽ ടാക്സ് വരുന്നുണ്ട് 50%. അപ്പോൾ 1 മൈനസ് 0.5. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പോൾ പെർപ്പച്വൽ ബോണ്ടിൻ്റെ എന്താണ് ഇതാണ് വരുന്നത്. അപ്പോൾ 7 ഇൻറ്റു 1 മൈനസ് 0.5 ഡിവൈഡ് ബൈ 100. അപ്പോൾ അത് 3.5 വരുന്നത്. ഇനിയാണ് റിഡീമബിൾ ബോണ്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് 1000 അതിൻ്റെ ഫേസ് വാല്യൂ 1000 ആണെങ്കിലും 950 രൂപ എന്താണ് അതിന് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നെറ്റ് പ്രൊസീഡ്സ് എത്ര വരും? അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നിങ്ങൾ എഴുതുക അപ്പോൾ NP ഇസ് ഈക്വൽ ടു 950 മൈനസ് ഒരു 4% അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ട്. അപ്പോൾ 950ൻ്റെ 4%. അപ്പോൾ 950ൻ്റെ 4% എന്ന് പറയുന്ന നേരത്തെ ഒരു 9.5 ഇൻറ്റു 9.5 ഒരു 38 റുപ്പീസ് 38 റുപ്പീസ് ഇതിൽ കുറയും, അല്ല ഇതിൻ്റെ 4% കുറയും. അത് ഫ്ലോട്ടിംഗ് ചാർജാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം NP ഈസ് ഈക്വൽ ടു 950 മൈനസ് ബ്രാക്കറ്റിൽ ചെയ്താൽ 950 ഇൻറ്റു 4%. ഓക്കെ, അപ്പോൾ 950 ഇൻറ്റു 4% 38 ആണ്. നമുക്ക് എന്തുണ്ട് അവിടെ കണ്ടില്ലേ, ഒരു എന്തുണ്ട് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ട്, അത് നിങ്ങൾ കുറയ്ക്കുക. അപ്പോൾ NP ഇസ് ഈക്വൽ ടു 950 മൈനസ് 38 വിച്ച് ഇസ് ഈക്വൽ ടു 912. അതാണ് വരുന്നത്. ഇനി അതിൻ്റെ റിഡീമബിൾ വാല്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് നമ്മൾ സോൾഡ് ചെയ്തതാണ് 950. തിരിച്ചു കൊടുക്കുന്നതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണോ ഫേസ് വാല്യൂ അതേ വിലക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ 1000 രൂപേൻ്റെ സാധനം നമ്മൾ 900-ന് വിറ്റാലും പ്രത്യേകിച്ച് ബോണ്ടും ഡിബെഞ്ചറൊക്കെ ആണെങ്കിൽ അത് തിരിച്ചു കൊടുക്കണ നേരത്ത്, അതായത് ആ പൈസ തിരിച്ചു കൊടുത്ത് ആ ബോണ്ട് തിരിച്ചിങ്ങോട്ട് വാങ്ങണ നേരത്ത് 1000 കൊടുക്കണം. അല്ലെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്യും റിഡീമബിൾ വാല്യൂ എന്താണ് ഇത്രയാണെന്നുള്ളത്, ഇത്രയൊക്കെയാണ് റിഡീം ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് 1000 നമ്മൾ എന്ത് ചെയ്യുന്നു ആണ് അതിൻ്റെ RV. അപ്പോൾ RV ഇസ് ഈക്വൽ ടു ഫേസ് വാല്യൂ ഇസ് ഈക്വൽ ടു 1000 എന്ന് എഴുതാം. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവിടെ വെക്കുക. I എത്രയാണ് വരുന്നത്, അത് 8% അല്ലേ. അപ്പം 1000 അല്ലേ ഫേസ് വാല്യൂ, 1000ൻ്റെ 8%.
അപ്പോൾ എത്രയാണ് അത് 80 വരിക ഐ. അപ്പോൾ 80 ഇൻറ്റു 1 മൈനസ് 0.5 പ്ലസ് എത്ര കൊല്ലത്തേക്കാണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഇത്, എത്ര കൊല്ലത്തേക്കാണ് 10 ഇയർ ആണ്. ഓക്കെ, അപ്പോൾ n ഇസ് ഈക്വൽ ടു 10. അപ്പോൾ അതിവിടെ കൊടുക്കുക നിങ്ങൾ 80 ഇൻറ്റു 1 മൈനസ് 0.5 പ്ലസ് 1/10 ഇൻറ്റു 1000 മൈനസ് അത് RV മൈനസ് NP 912 ഡിവൈഡ് ബൈ ഹാഫ് ഇൻറ്റു 1000 പ്ലസ് 912 ഇൻറ്റു 100. ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് ആദ്യം ആഡ് ചെയ്യുക, എന്നിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മൈനസ് ചെയ്യുക, ഇത് മൈനസ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചേക്കുക. ഇതെന്ത് ചെയ്യുക, ഇതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്തിട്ട് ഇതുകൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓർഡർ കൃത്യമായിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നേരത്ത് നമുക്കല്ല ആദ്യം 40 ഇവിടെ കിട്ടി, 8.8 കിട്ടി, ഇത് കിട്ടി, ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഒന്നുകിൽ പിന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താലും മതി. അപ്പോൾ 5.10 എന്ത് അതിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൽ വരുന്നത്. ഒന്ന് റിഡീമബിൾ ഉണ്ട്, ഒന്ന് ഇറിഡീമബിൾ ഉണ്ട്. ഇറിഡീമബിളിൻ്റെത് എന്താണ് വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. റിഡീമബിളിൻ്റെ കുറച്ച് ടഫാണെന്ന് തോന്നും. 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആവുന്നതേ ഉള്ളൂ. എന്താണ് റിഡീമബിൾ വാല്യൂ എന്ന് മനസ്സിലാക്കുക, നെറ്റ് പ്രൊസീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് നമ്മൾ എന്താണ് ഒരു സാധനം നമുക്ക് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞതാണ് എന്ത് നെറ്റ് പ്രൊസീഡ് അല്ലേ. നമ്മളൊരു ഡിബഞ്ചർ കൊടുത്തു, ഇങ്ങോട്ട് പൈസ വന്നു, ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ എന്താണ് യഥാർത്ഥ വില അത് തന്നെ തിരിച്ചു കൊടുക്കുക. പിന്നെ ഇൻട്രസ്റ്റ് എപ്പോഴും യഥാർത്ഥ വില പറയല്ലോ, ഫേസ് വാല്യൂവിലാണ് ഇൻട്രസ്റ്റ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക.